ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമുക്കിന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ നിന്നും നമുക്ക് ഇപ്പോൾ എൻട്രിക്കുള്ള സ്പേസ് ആയിട്ടില്ല. നമ്മൾ കുറച്ചുകൂടി ഡൗൺ സൈഡിലേക്കാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പ് സൈഡിലേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. അതുകൂടാതെ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് സൈഡിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്നും ഓൾമോസ്റ്റ് എല്ലാവരും അത് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് സാധ്യതയെന്ന് കരുതി അവർ അപ്പ് സൈഡ് എൻട്രി എടുക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. കറൻ്റ് ഒരു പ്ലാൻ വെച്ചിട്ട് നമുക്ക് ഡൗൺ സൈഡ് മാത്രമേ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിയും എല്ലാം ഇമ്പോർട്ടൻറ്റ് ലെവലിന് മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ബയേഴ്സ് കൂടെ ആക്റ്റീവ് ആകും. നമുക്കിവിടെ നിന്നും ഡൗൺ സൈഡിലേക്ക് മാത്രമേ കറൻ്റ് സിറ്റുവേഷൻ പോലും പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ കറൻ്റ് ഉള്ള നമ്മളുടെ പ്ലാൻ. നമുക്ക് നോക്കാം, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാം. സോ ഓൾമോസ്റ്റ് നമ്മളുടെ എൻട്രി അടുപ്പിച്ചുള്ളൊരു സ്പേസ് ആയിട്ടുണ്ട് ഇവിടെ. കാരണം ബാങ്ക് നിഫ്റ്റി 55,500 മുകളിൽ എത്തിയിട്ടുണ്ട്. അതായത് റീറ്റെയിൽ ബയേഴ്സ് ഇവിടെ കൂടുതൽ ആക്റ്റീവ് ആകും. അതുപോലെ നിഫ്റ്റിയും ഓൾമോസ്റ്റ് ക്ലോസിംഗ് പ്രൈസിന് മുകളിൽ എത്തിയിട്ടുണ്ട്. ദെൻ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് എൻട്രി എടുക്കാനുള്ള സ്പേസ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണത്. ചിലപ്പം കുറച്ചുകൂടി മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യുമെന്ന് കരുതി ഒരു മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇത് ചിലപ്പം ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ടാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്നുകൂടി അപ്പ് സൈഡ് പോയിട്ട് തിരിച്ച് വരുമോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വീഴുമോ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. അത്രയും കറൻറ്റ് പറ്റുകയുള്ളൂ. പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോളാണെന്ന് തോന്നുന്നുണ്ട്. ദെൻ നമുക്കിവിടെ ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്തായിരിക്കും നല്ലത്. ഈ ക്യാൻഡിൻ്റെ ക്ലോസും കൂടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്തായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റി നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ദെൻ ഈ മന്ത് അല്ല, നമുക്ക് ജൂണിലാണ്. കാരണം ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ജൂൺ മാസത്തെ എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ദെൻ നമ്മളുടെ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. സോ നമുക്ക് എൻട്രി നോക്കാം. ഈ ക്യാൻഡിലെ ക്ലോസിങ്ങിന് ശേഷം നമുക്ക് എൻട്രി എടുക്കാം. കാരണം അത്യാവശ്യം നല്ലൊരു ഇവിടുന്ന് ചിലപ്പം മാർക്കറ്റ് പൂർണ്ണമായിട്ട് തിരിയാനാണ് സാധ്യത കൂടുതലും. അപ്പ് സൈഡിലേക്ക് ഇനി അധികം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്കിവിടെ എൻട്രി എടുക്കാം. ദെൻ നമ്മളിവിടെ എൻട്രി ആയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് നോക്കാം. നമുക്കെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എൻട്രി വരെയാണ് നമുക്കെപ്പോഴും നമ്മളുടെ ജോലി എൻട്രി വരെ മാത്രമേ ഉള്ളൂ. അതിന് ശേഷം മറ്റുള്ളതൊന്നും, പിന്നെ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാം, ഇല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. പക്ഷേ എൻട്രി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് മാത്രം എൻട്രി എടുക്കുക. അതിനുശേഷം പിന്നുള്ളതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യാതിരിക്കുക. അത് എങ്ങനെയാണോ ടാർഗറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ, സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമുക്ക് അതിൽ എക്സിറ്റ് ആവാം. എപ്പോഴും 1:2 നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം 1:1.5 നമ്മൾ ഫോളോ അപ്പ് എടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. എങ്കിൽ മാത്രമേ കുറച്ചുകൂടി നമുക്ക് മാർക്കറ്റിൽ സർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ നമ്മളുടെ ഇത് അത്യാവശ്യം നല്ലൊരു എൻട്രി ആണെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നു. പക്ഷേ ഇനി മാർക്കറ്റ് ഒരു പരിധിയിൽ കൂടുതൽ മുകളിലേക്ക് പോകാൻ പാടില്ല. കാരണം 5500 മുകളിൽ വീണ്ടും പോവുകയാണെങ്കിൽ കൂടുതൽ മുകളിലേക്ക് വീണ്ടും സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനി ഒരു പരിധിക്കുള്ളിൽ മൂവ് ചെയ്യേണ്ട ആവശ്യവും കുറവാണ്. കാരണം മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് മേ ബി കുറച്ചുകൂടി കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫോൾ ആകണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ, നമ്മുടെ പ്രഡിക്ഷനും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് എന്താണ് തന്നെയും നമുക്കത് മാർക്കറ്റിന് ഇനി വാച്ച് ചെയ്യുന്ന ഓപ്ഷൻ മാത്രമേ നമുക്ക് കയ്യിലുള്ളത്. നമുക്കത് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഒരു ബെസ്റ്റ് എൻട്രി നമ്മൾ വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവലിന് ഒന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് പ്രൈസിന് മുകളിലാണ്. അതുകൂടാതെ റീറ്റെയിൽ ബയേഴ്സിന് ഇവിടെ ട്രിഗർ ആക്കിയിട്ടുണ്ട്. അത് അപ്പ് സൈഡിലേക്ക് റീറ്റെയിൽ ബൈയിങ് പാറ്റാണ് കാണിച്ചിരിക്കുന്നത്. 5500 ബ്രേക്ക് ആയിട്ടുണ്ട്. സോ അവിടെ കൂടുതൽ റീറ്റെയിൽ ബയേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇവരുടെ എല്ലാം അതുകൂടാതെ തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കാരണം ഇന്നും അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതി കൂടുതൽ റീറ്റെയിൽ ബയേഴ്സ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മളുടെ ബേസിക് എൻട്രിക്കുള്ള പ്രോപ്പർ റീസൺ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ എൻട്രിക്ക് പ്രോപ്പറായിട്ട് ഒരു റീസൺ ഉണ്ടായിരിക്കണം. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. നമുക്ക് ഇത്രയും നമ്മളെ കാരണങ്ങൾ ഇവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ എൻട്രി എടുക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വന്നിരിക്കുന്നത്.
ദെൻ ഇനി നമ്മൾ വാച്ച് ചെയ്യുക, മാർക്കറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുക, എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്സൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നു, അവിടെ നമ്മൾ എക്സിറ്റ് ആകുന്നു. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇതിനകത്ത്. ഇനി അങ്ങനെയല്ല, ഫേവറബിൾ ആണെങ്കിൽ ഓക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഇനി എത്ര ടൈം ആണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ 1:1.5 എന്ന് ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ ഉറപ്പായിട്ടും ഫോളോ അപ്പ് ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മളിവിടെ എക്സിറ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതാണ് ഏറ്റവും നിർണായക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ദെൻ ഓൾമോസ്റ്റ് മാർക്കറ്റ് നമ്മൾ ഫേവറബിളായിട്ട് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി ഈ ഒരു ഡേ ലോ കൂടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടാർഗറ്റ് ഹിറ്റാകുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് പ്രീമിയം നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി നല്ല മൂവ്മെൻറ്റ്സ് തരുന്നുണ്ട്. ഇത് ഈ സിംഗിൾ മൂവ്മെൻറ്റ്സ് നമുക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ടാർഗറ്റ് ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യും. കാരണം ഇത് നല്ലൊരു നമ്മുടെ സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഫേവറബിളായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡേ ഹൈ കൂടി ഡേ ലോ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ടാർഗറ്റ് നമ്മൾ കുറച്ചുകൂടി നേരം കൂടി പ്രീമിയം കുറച്ചുകൂടി നമ്മൾ 1:1.5 എന്നുള്ളത് കുറച്ചുകൂടി വേണമെങ്കിൽ 1.7 വരെ 1.8 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. കുറച്ചുകൂടി കൺസോൾട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ അത്രയും നമുക്ക് പ്രീമിയം നമുക്ക് ഓപ്പോസിറ്റ് മൂവ് ചെയ്യും. കറൻ്റ്ലി അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ടൈം എത്രത്തോളം കൂടുതൽ അധികമാകുന്നു അത്രയും നമുക്ക് ഓപ്പോസിറ്റായിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ബെസ്റ്റ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. നമുക്ക് സിംഗിൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ എക്സിറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇനി അങ്ങനെയല്ല, മാർക്കറ്റ് ഇനി കൺസോൾട്ട് ചെയ്യുകയാണ് എങ്കിൽ അത് കുറച്ച് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള 1:1.5 തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയുള്ളൂ. ഇന്ന് ഓൾമോസ്റ്റ് ഇപ്പം കുഴപ്പമില്ല. ഇതാണ് നമ്മളെപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളുടെ എൻട്രിക്കും എക്സിറ്റിനും പ്രോപ്പറായിട്ട് കാരണം ഉണ്ടായിരിക്കണം. നമുക്ക് പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അത് കൂടാതെ നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് സർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് വെറുതെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. ഞാനീ പറഞ്ഞ കാരണം നിങ്ങൾക്ക് കൂടി മനസ്സിലാകണം. ഓക്കെ, കാരണം ഈ ഇന്ന കാരണങ്ങളുണ്ട്, ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവിടെ എൻട്രി എടുക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടി ഇത് മനസ്സിലാക്കാൻ പറ്റണം. എനിക്കറിയാം ഇത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്, പക്ഷേ ഗ്രാജുവലി നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ തുടങ്ങും ഇത്. കാരണം ഇത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുന്നൊരു വ്യക്തിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ഒരു പരിധി വരെ മനസ്സിലാകുമെന്ന് തന്നെ കരുതുന്നു. നിഫ്റ്റി കൂടി നമുക്ക് അത്യാവശ്യം കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൂടി നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. കാരണം നിഫ്റ്റി ഓൾമോസ്റ്റ് നമ്മളുടെ ഫിബൊനാച്ചി ലെവൽ റീച്ച് ആയിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ എൻട്രി എടുത്ത ആൾക്കാരുടെ എക്സിറ്റ് ഓൾമോസ്റ്റ് അവർ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്നലത്തെ ആൾക്കാരോട് സ്റ്റോപ്പ് ലോസാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് മാർക്കറ്റ് കുറച്ചുകൂടി ദെൻ ഓൾമോസ്റ്റ് നമ്മളുടെ എക്സിറ്റ് റേഞ്ചിനടുത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രീമിയം നമ്മൾ വിചാരിച്ച പോലെ മൂവ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എപ്പോഴും ടൈം കൂടുതലാകും തോറും മാർക്കറ്റ് നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിപ്പം രാവിലത്തെ ആ ഫസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 1:1.5 പകരമായിട്ട് നമുക്ക് കുറച്ച് 90 പോയിൻറ്റ്സ് നമ്മൾ വെച്ചിരുന്നത് 90ക്ക് പകരം നമുക്ക് 100 അല്ലെങ്കിൽ 120 ഒക്കെ നമുക്ക് ഈസി ടാർഗറ്റ് ലഭിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു ഫാൾ കണ്ടിന്യൂസ് ആയിട്ട് പോകണമായിരുന്നു. അങ്ങനെയല്ല, മാർക്കറ്റ് വീണ്ടും കുറച്ച് റീട്രേസ് ചെയ്തു. പിന്നെ 55,500 അടുത്ത് നമുക്ക് കുറച്ച് കൺസോളിഡേഷൻ ചെയ്തു. പിന്നെയാണ് മാർക്കറ്റ് താഴേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അത്രയും ടൈം നമ്മളുടെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റാണ് അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീമിയം നമുക്ക് കുറച്ചധികം ഓപ്പോസിറ്റ് മൂവ് ചെയ്തു. സോ നമുക്കിത് ഓൾമോസ്റ്റ് നമ്മളുടെ എക്സിറ്റിനുള്ള സ്പേസാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ എക്സിറ്റ് ചെയ്യാം, അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഞാൻ കരുതുന്നു. കാരണം ഇനിയും ഈ ഓൾമോസ്റ്റ് ഇപ്പോൾ ഡേ ലോയ്ക്ക് ബ്രേക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടുതൽ റീറ്റെയിൽ ബയേഴ്സ് ഇവിടെ ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് വീണ്ടും നമ്മൾ വാച്ച് ചെയ്യുന്ന അർത്ഥമാണെന്ന് തോന്നുന്നില്ല. മേ ബി കുറച്ചുകൂടെ താഴോട്ട് പോകുമായിരിക്കും. എന്തായാലും 55,000 ക്രോസ് ചെയ്ത് ഞാൻ കരുതുന്നില്ല. അറിയില്ല, അത് എൻ്റെ പ്രൊഡിക്ഷൻ മാത്രമാണത്. സോ നമുക്കിവിടെ എക്സിറ്റ് എടുക്കാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം അതല്ല എങ്കിൽ നമുക്കത് ഒട്ടും കംഫർട്ടായിരിക്കില്ല. ഓക്കെ, ഇത് നമ്മളിവിടെ ഇപ്പം എക്സിറ്റ് എടുത്തിട്ടുണ്ട്. ദെൻ ഇതാണ് നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രാറ്റജി. നമുക്ക് ആകെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് വിചാരിച്ചതുപോലെ, കാരണം മാർക്കറ്റ് ഓൾമോസ്റ്റ് 300 പോയിൻറ്റ്സ് അടുപ്പിച്ച് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ പ്രൊഡിക്ഷൻ പ്രകാരം ഓൾമോസ്റ്റ് നമുക്ക് 150 പോയിൻറ്റ്സ് അടുപ്പിച്ച് കിട്ടേണ്ടതാണിത്. ഓക്കെ,
പക്ഷേ അത്രയും നമുക്ക് ഫേവറബിളായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് പ്രീമിയം നമുക്ക് മൂവ് ചെയ്തില്ല. നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്തതുപോലെ പ്രീമിയം മൂവ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ടാർഗറ്റ് നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ടൈം ഇത്രയും പോയത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പം ഓഫ് കോഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ലഭിക്കുന്ന ടാർഗറ്റ് നമ്മളുടേതായി 1:1.5 തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഈ പരിധി കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പക്ഷേ അത് കുറച്ചുകൂടി അതിൻ്റെ റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് തന്നെ ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അർത്ഥമില്ല. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റീറ്റെയിൽ സെല്ലേഴ്സ് ഇനിയിപ്പോൾ ആക്റ്റീവ് ആകും. കാരണം ഒന്ന്, മാർക്കറ്റ് ഇത്രയും സെല്ലിംഗ് പാറ്റേൺ കാണിക്കുന്നുണ്ട്, ഒന്നാമത്തെ കണ്ടീഷൻ. 2, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമുക്ക് ഡേ ലോയ്ക്ക് ബാങ്ക് നിഫ്റ്റി ഡേ ലോയ്ക്ക് താഴെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അതുപോലെ ഓൾമോസ്റ്റ് വിക്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും റീറ്റെയിൽ സെല്ലേഴ്സ് അവിടെ ഇനി അവർ എൻട്രി എടുക്കും. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് സിറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് കുറച്ചുകൂടി മുകളിലേക്ക് പോകാം. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി നമുക്ക് ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്യും. പ്രീമിയം നമ്മൾ പിന്നെ വീണ്ടും അത്രയും ടൈം നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ഒരിക്കലും നമുക്ക് നന്നായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സാക്റ്റ് പോയിന്റിൽ നമ്മളിവിടെ എക്സിറ്റ് എടുത്തിരിക്കുന്നത്. സോ ഇത് തന്നെ നമ്മുടെ പ്ലാനും. ദെൻ ഇന്നത്തെ മാർക്കറ്റിൽ ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. എൻ്റെ ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ഞാൻ എപ്പോഴും ട്രേഡ് ചെയ്യുന്ന രീതി ഇങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ഒരു റീസൺ ഉണ്ടാകും എൻട്രി എടുക്കാൻ വേണ്ടിയുള്ള. ആ റീസൺസ് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യും. അത് മാത്രമാണ് ഞാൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യാറുള്ളത്. ഞാൻ മറ്റൊരു കാരണം ഞാൻ പ്രോപ്പറായിട്ട് പിന്നെ നോക്കാറില്ല. പിന്നെ എൻട്രി വരെയാണ് എനിക്ക് എപ്പോഴും ഞാൻ മാക്സിമം ഫോക്കസ് കൊടുക്കുന്നത്. അതിന് ശേഷമുള്ള എക്സിറ്റ് അത് ടാർഗറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആണെങ്കിൽ തന്നെ അത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. അത് ഞാൻ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് 90 പോയിൻറ്റ്സ് വെച്ചിരിക്കുന്നതെങ്കിൽ മേ ബി നമ്മുടെ ടാർഗറ്റ് വെച്ചേക്കുന്ന 90 പോയിൻറ്റ്സ് ആണെങ്കിൽ മേ ബി കുറേ അധികം പ്രാവശ്യം നമുക്ക് 80 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 85 പോയിൻറ്റ്സ് വരെ എത്തിയിട്ട് മാർക്കറ്റ് വീണ്ടും ഓപ്പോസിറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിനകത്ത് റിഗ്രറ്റ് തോന്നേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റും സ്റ്റോപ്പും സെറ്റ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് സർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ, മുൻപോട്ട് പോകുമ്പോഴും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് പോയിൻ്റാണ് തന്നെ. നമുക്കത് ഒരിക്കലും നമ്മളുടെ ഒരു റേഞ്ച് ഏതാണോ 60 വെച്ചിരിക്കുന്നതെങ്കിൽ പ്രോപ്പർ 60 വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി ചെറിയൊരു ഫോൾ വരെ നേരത്തെ നമ്മൾ വീണ്ടും അതായത് നമ്മൾ എപ്പോഴും ചാടി കളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നത് ആ പോയിൻ്റ് വരെ നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ എക്സിറ്റ് എടുക്കുക. ആ ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും. സോ ഓൾമോസ്റ്റ് മാർക്കറ്റ് 300 പോയിൻറ്റ്സ് മുകളിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷേ പ്രീമിയം അത്ര മൂവ് ചെയ്തില്ല. പക്ഷേ നമ്മളെന്ത് പറ്റു, നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തു. നമ്മൾ 1:1.5 നമ്മൾ ഫോളോ അപ്പ് ചെയ്തു. നമുക്ക് അവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 12:48 നമ്മളിവിടെ എക്സിറ്റ് എടുത്തത്. ഓൾമോസ്റ്റ് നമ്മൾ ഈ റേഞ്ചിൽ അടുപ്പിച്ച് നമുക്കിവിടെ 9:48 നമ്മൾ എൻട്രി എടുത്തത്. അവിടെ നമുക്കൊരു മൂവ്മെൻറ്റ്സ് കിട്ടി. അത് പിന്നെ വീണ്ടും റിട്ടേൽ ബയേഴ്സ് ആക്റ്റീവായി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൾ വന്നു, നമുക്കിവിടെ എക്സിറ്റായി. ഇതാണ് ഇന്ന് സംഭവിച്ച കാര്യം. ദെൻ നമ്മളുടെ ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 9:43 നമുക്കിവിടെ എൻട്രി എടുത്തത്. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തു. ദെൻ 9:45 നോക്കാം, നമുക്ക് 9:43 എൻട്രി എടുത്തത്. അപ്പോൾ ഇവിടെ നിന്നും നോക്കാൻ മനസ്സിലാവും. കാരണം ഓൾമോസ്റ്റ് 330 പോയിൻറ്റ്സ് അടുപ്പിച്ച് നമുക്ക് കിട്ടാൻ ടാർഗറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അത്ര നമുക്ക് പ്രീമിയത്തിൽ വന്നിട്ടില്ല നമുക്ക്. ദെൻ മുകളിലേക്ക് 120 പോയിൻറ്റ്സ് നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു. ദെൻ 9:43 നമ്മൾ എൻട്രി എടുത്തു. അതിനുശേഷം നമ്മൾ 907 എൻട്രി എടുത്തത്. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസിൻ്റെ പരിഗണന ആവശ്യമില്ല. 9:48 നമ്മൾ എക്സിറ്റ് എടുത്തു. 997 അറൗണ്ട് 90 പോയിൻറ്റ്സ് നമ്മളിവിടെ ടാർഗറ്റ് വെച്ചിരുന്നത്. അത് നമ്മുടെ ഹിറ്റായി. നമ്മളവിടെ നിന്ന് പ്രോപ്പറായിട്ട് നമ്മൾ എക്സിറ്റ് എടുത്തു. ഇപ്പോൾ ഇത്രയും മാത്രം നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളൂ ഇതിനകത്ത്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡ്. ദെൻ ഒന്നുകൂടി പറയുന്നു, കാരണം നമ്മുടെ കാരണം ഒന്നും മുകളിൽ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിരുന്നില്ല. അതുപോലെ റിറ്റെയിൽ ബയേഴ്സ് ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഈ വിക്ക് പോയിൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് റിറ്റെയിൽ ബയേഴ്സ് ആക്റ്റീവായി. അതുപോലെ തന്നെ ഈ പോയിൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ, ബൈ.